എൻ്റെ ട്രംപ് ജി ഇങ്ങനെയല്ല, എൻ്റെ ട്രംപേട്ടൻ ഇങ്ങനെയല്ല. ഇന്നലെ ഇറാൻ മിസൈലുകൾക്ക് ഓക്കെ ആണെന്നും കുറച്ച് മിസൈൽ ഇറാന്റെ കയ്യിൽ ഉണ്ടാവണമെന്നും ബാക്കി എല്ലാവരുടെയും മിസൈൽ ഉള്ളപ്പോൾ ഇറാന്റെ കയ്യിൽ മിസൈൽ ഇല്ലാത്തത് അനീതിയാണെന്നും ഡൊണാൾഡ് ട്രംപ് ഞെട്ടി നെതന്യാഹു. അവിടെയാണ് സലീം കുമാറിന് മറ്റേ മീം വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ എനിക്ക് വെട്ടായതാണോ ട്രംപിന് വെട്ടായതാണോ നാട്ടുകാർക്ക് മുഴുവൻ വെട്ടായതാണ്. യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിലെ നെതന്യാഹുവിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ട്രംപ്. അതായത് നെതന്യാഹു ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധവും അടവുകളും ഉഡായിപ്പുകളും എല്ലാമെന്ന് ലോക രാഷ്ട്രീയം ആഴത്തിൽ ശ്രദ്ധിക്കുന്നവർക്കെല്ലാം അറിയാം. നെതന്യാഹുവിൻ്റെ തീവ്ര വലത് കൂട്ടായ്മയെ നിലനിർത്താനും ഈ ഇലക്ഷൻ വരുമ്പോൾ ആ ഇലക്ഷനിൽ ജയിക്കാനുള്ള നെതന്യാഹുവിൻ്റെ തന്ത്രങ്ങളാണ് ഇത് മുഴുവൻ. ഇറാൻ ആക്രമണവും യുദ്ധവും ഈ കാണുന്ന എല്ലാ ഡ്രാമകളും നെതന്യാഹു ജയിലിൽ പോകാതിരിക്കാൻ. നെതന്യാഹു വീണ്ടും ഇലക്ഷൻ വരാൻ നെതന്യാഹു ജയിലിൽ പോയി കിടക്കും. അപ്പോൾ ഈ 10-70 വയസ്സ് പ്രായത്തിൽ ജയിലിൽ പോയി കിടക്കാതിരിക്കാനുള്ള നമ്പറുകളാണ് ഈ കപട ദേശസ്നേഹവും ഇസ്രായേൽ ഞങ്ങളില്ലെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേൽ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാവും എന്നൊക്കെ 30 വർഷമായി കള്ളം പറയുക. അതായത് നെതന്യാഹുവിൻ്റെ ജീവിതം തന്നെ, രാഷ്ട്രീയ ജീവിതം കഴിഞ്ഞ 30 വർഷമായി ഇസ്രായേൽ ഇന്ന് മറ്റേ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കും, 2 ആഴ്ചയ്ക്കുള്ളിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കും, 1 മാസത്തിനുള്ളിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പാവപ്പെട്ട ഇസ്രായേലി ജനതയും ജൂതന്മാരെയും പേടിപ്പിച്ച് കപട ദേശസ്നേഹം, കപട രാജ്യസ്നേഹം ഉണ്ടാക്കി ഭീതി പരത്തി, അവിടുത്തെ അറബികൾക്കും മുസ്ലിങ്ങൾക്കും ഭീതി പരത്തി. ആ ഭീതിയിൽ നിലനിൽക്കുന്നതാണ് നെതന്യാഹു. നെതന്യാഹുവിനെതിരെയുള്ള കറപ്ഷൻ കേസുകളും മറ്റും കൊണ്ട് നെതന്യാഹു ജയിലിൽ പോകാൻ നിൽക്കുകയാണ്. നെതന്യാഹുവിന് അന്താരാഷ്ട്ര തലത്തിലുള്ള സ്വാധീനം ഊട്ടിയുറപ്പിക്കാനും മറ്റും ഉള്ളതുകൊണ്ടാണ് ഇസ്രായേലിൽ താൽക്കാലികമായിട്ട് പുള്ളി പ്രധാനമന്ത്രിയായിട്ടും അവരുടെ തലവനായിട്ടും നിൽക്കുന്നത്. ഇലക്ഷൻ വന്നാൽ പുള്ളി തോക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഇപ്പോൾ ഇറാൻ യുദ്ധം ട്രംപ് തോറ്റതോടുകൂടി തോക്കാനുള്ള സാധ്യതകൾ വളരെയധികമുണ്ട്. ഇനിയും വരുന്ന മാസങ്ങൾക്കുള്ളിൽ നെതന്യാഹു സ്വന്തമായിട്ട് തന്നെ ഒരു ആക്രമണം പ്ലാൻ ചെയ്ത് നെതന്യാഹുവിനെ തന്നെ ആക്രമിച്ച് ഒരു ഫോൾസ് ഫ്ലാഗ് ഉണ്ടാക്കി ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൂടായൊന്നുമില്ല. അതൊക്കെ സ്ഥിരം നമുക്ക് കാണാൻ കഴിയുന്ന നമ്പറുകളാണ്. മിഡിൽ ഈസ്റ്റിൽ പല രാജ്യങ്ങളിലും കാണാൻ കഴിയുന്ന നമ്പറുകളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാനെ ട്രംപ് പിന്തുണച്ചു, മിസൈൽ ഓക്കെ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നെതന്യാഹുവിൻ്റെ പള്ളക്കടിക്കലാണ്, അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നെതന്യാഹു ഞെട്ടിക്കുന്നതാണ്. ആ വാർത്ത കണ്ട് ഞാൻ പല കാര്യങ്ങളിലായി ക്രോസ് ചെക്ക് ചെയ്തു. കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത് മാതൃഭൂമിയുടെ വാർത്തയാണ്. ഞാൻ ആ വാർത്ത വായിക്കാം. ഇറാന് കുറച്ച് ബാലിസ്റ്റിക് മിസൈൽ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ലെന്ന് ട്രംപ്. ഇസ്രായേലിന് തിരിച്ചടി. ശരിക്കും ഇസ്രായേലിനല്ല, നെതന്യാഹുവിന് തിരിച്ചടി. ഇസ്രായേൽ രാജ്യവും അവിടുത്തെ ജൂതന്മാരിലും ഒരു വലിയ വിഭാഗം സമാധാനകാംക്ഷികളും മറ്റുമൊക്കെയാണ്. പക്ഷേ രാഷ്ട്രീയക്കാർ ഇത്തരം കാര്യങ്ങൾ മതവും ജാതിയും ദേശവും ഒക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇറാനുമായിട്ടുള്ള കരാർ അന്തിമമാകുമ്പോൾ ഇറാനിൽ കുറച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ അവശേഷിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായിട്ടുള്ള 1ാം ഘട്ട കരാർ ഫ്രാൻസിൽ ഒപ്പിട്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് രാജ്യങ്ങൾക്ക് അതുണ്ടെങ്കിൽ ഇറാന് അതില്ലാത്തത് അല്പം അനീതിയാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. സൗദി അറേബ്യയ്ക്കും ഖത്തറിനും മിസൈൽ ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇറാനും കുറച്ച് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാകുന്നതിൽ കുഴപ്പമില്ല. ട്രംപ് കൂട്ടിച്ചേർത്തു. മിസൈലുകളല്ല പ്രശ്നമെന്നും അണ്വായുധമാണ് പ്രശ്നമെന്നും ട്രംപ് പറഞ്ഞു. അപ്പോൾ ട്രംപ് യഥാർത്ഥത്തിൽ നീതിയുടെ ഭാഷയിൽ ഇറാൻ അനുകൂലമായി സംസാരിക്കുന്നത് ഞെട്ടലുണ്ടാക്കി. ഇത് ദേശീയ മാധ്യമങ്ങളിലെ വാർത്തയാണ്, മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നുള്ള വാർത്തയാണ്. ന്യൂസ് 18, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇന്ത്യ വിയോൺ അടക്കമുള്ളവരെല്ലാം പറയുന്നു ട്രംപ് പറഞ്ഞത് അൺഫെയർ ഫോർ ടെഹ്റാൻ അല്ലെങ്കിൽ ഇറാൻ നോട്ട് ടു ഹാവ് ദം. അതായത് ട്രംപിന്റെ ടേൺ ആണ് ബാലിസ്റ്റിക് മിസൈലുകൾ. ഇറാന് വേണമെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ ആകാം. ട്രംപ് സ്റ്റൺസ് ബിബി അഗെയിൻ. അതായത് ആഫ്റ്റർ ഈ യുദ്ധത്തിന് ശേഷം ഇറാന് വേണമെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടായിക്കോട്ടെ. ഇത് യഥാർത്ഥത്തിൽ നെതന്യാഹു കഴിഞ്ഞ മാർച്ചിൽ പറഞ്ഞതാണ്. നെതന്യാഹു പറഞ്ഞത് Netanyahu claim Iran no longer has capacity to produce ballistic missiles. നമ്മൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽസ് മുഴുവൻ തകർത്തു, നമ്മൾ ഇറാനിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പച്ച കള്ളം പറഞ്ഞ് ഇസ്രായേലി ജനതയെ പറ്റിച്ച് അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന ഒരു വ്യക്തിയാണ് നെതന്യാഹു എന്ന തിരിച്ചറിവാണ്. ഞാൻ എന്തുകൊണ്ടാണ് എടുത്തു പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പല വിഭാഗങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ ഇടതുപക്ഷ വിഭാഗങ്ങളിൽ, മുസ്ലിം വിഭാഗങ്ങളിൽ ഇസ്രായേൽ എന്ന രാജ്യത്തോടും ഇസ്രായേലിലെ ജനതയോടും ഒരു ദേഷ്യം. അങ്ങനെയല്ല, എല്ലാ രാജ്യത്തും ജനത വേണം. അവിടെ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ മാത്രമേ പ്രായോഗികമാവും. ജൂതന്മാർക്ക് ചരിത്രത്തിൽ ഹിറ്റ്ലറിൽ നിന്ന് വളരെ നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനർത്ഥം പാവപ്പെട്ട അറബികൾക്കും പാവപ്പെട്ടവരുടെ മുസ്ലിം ജനതയ്ക്കും ആ നെഗറ്റീവ് അനുഭവം തിരിച്ചു കൊടുക്കണമെന്നല്ല. അവിടുത്തെ ചില രാഷ്ട്രീയക്കാർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്നതാണ്. അങ്ങനെ എന്തായാലും സംക്ഷിപ്തമായി പറഞ്ഞാൽ ഇറാനെ പിന്തുണച്ച്, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പിന്തുണച്ച് ട്രംപ് വന്നത് വളരെ കൗതുകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ട്രംപിന്റെ നിലപാടുകൾ എങ്ങനെ മാറുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കും.